വയനാടൻ ഗ്ലോബ് ട്രോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പൂവാറാണ്. അപ്പോൾ പൂവാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വയനാടൻ ഗ്ലോബ് ട്രോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിലേക്കാണ് പോകുന്നത്. അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 30 കിലോമീറ്ററാണ് പൂവാറിലേക്കുള്ളത്. അപ്പോൾ പൂവാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. പിന്നെ ഇന്ന് നമ്മൾ കിങ്ഫിഷറിൻ്റെ ബോട്ടിലാണ് പൂവാർ ഫുള്ള് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ എല്ലാം ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ ഫിഷറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാണ് ഇവിടെ നിന്നാണ് ബോട്ട് ചെട്ടി. അപ്പോൾ ഇവിടെ ബോട്ട് വരും. നമ്മളെ ബോട്ട് വന്നു ഗേസ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി. അപ്പോൾ ഇനി പൂവാറിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ഗേസ്. അപ്പോൾ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആ ബോട്ടാണ് ഷിക്കാര എന്ന് പറയുന്ന ബോട്ടാണ്. അപ്പോൾ ഇവിടെ 2-3 ടൈപ്പ് ബോട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് 6 സീറ്റർ ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1.5 മണിക്കൂറിന് 2000 രൂപയും 1 മണിക്കൂറിന് 1500 രൂപയാണ്. കേസ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഏവിയൻ കനാൽ എന്ന് പറയുന്ന കനാലിൽ കൂടെയാണ്. ഇത് നേരെ നമ്മൾ ചെല്ലുന്ന ഒരു ബീച്ചിലേക്കാണ്. അതായത് നെയ്യാർ റിവറും അതേപോലെ അറബിക്കടലും കൂടിച്ചേരുന്ന ഒരു ബീച്ചിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇത് നേരെ ചെല്ലുന്നത്. പൂവാറിന് പൂവാർ എന്ന പേര് ലഭിക്കാൻ കാരണം ധാരാളം കഥകളുണ്ട്. പൂ എന്നാൽ പുഷ്പമെന്നും ആർ എന്നാൽ നദിയുമെന്നുമാണ്. പഴയ കാലത്തിൽ നദിയിൽ പൂക്കൾ ഒഴുകി പോകുന്നത് കണ്ട രാജാവാണ് ഈ സ്ഥലത്തിന് പൂവാർ എന്ന് പേരിട്ടതെന്ന് പറയുന്നു. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നെയ്യാർ നദിയിലൂടെയാണ്. നിബിഡമായ കണ്ടൽ വനങ്ങളിലൂടെയാണ് നമ്മളെ യാത്ര. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നദിയും കടലും കൂടി ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അതൊരു അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു നല്ല സ്പോട്ടാണ് കേട്ടോ. ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് കിഡ് സ്പോട്ടാണ് പോവാറ്. അപ്പോൾ കേസ് നമുക്ക് കണ്ടോ ഇങ്ങനെ ചില ഷോപ്പുകളൊക്കെ കാണാൻ ഇടയ്ക്ക് ഇളനീര് വിൽക്കുന്ന കടകളൊക്കെ കാണാം. ഇതിൻ്റെ നടുക്ക് തന്നെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളം കലക്കി കിടക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ കൂടുതൽ ഇതെന്ന് പറഞ്ഞാൽ കുറേ ഐലൻഡുകളുണ്ട് ഉള്ളിൽ തന്നെ. നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഫിഷിങ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആൾക്കാരൊക്കെ ഫിഷ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഒരു വൈബാണ്. പൂവാറിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ റിസോർട്ടുകളുണ്ട്. പിന്നെ ഈ റിസോർട്ടുകൾ പകുതിയും ജലത്തിൻ്റെ മുകളിൽ പണിതവയാണ്. ഹണിമൂണിനും കപ്പിൾ സ്റ്റേക്കും ഒക്കെ നാച്ചുറൽ റിട്രീറ്റ്സിനൊക്കെ പറ്റിയ അടിപൊളി റിസോർട്ടുകളാണ് പൂവാറിലുള്ളത്. ഫൈനലി നമ്മൾ ഗോൾഡൻ സാൻഡ് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാ നമുക്ക് മണലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നെയ്യാർ റിവർ എൻഡ് ചെയ്യുന്ന സ്ഥലവും അറബിക്കടൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഒരു അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കനലിൽ നിന്ന് നേരെ ഒരു ഐലൻഡിലേക്കാണ്. ഒരു ബീച്ചാണിത്. അപ്പോൾ നെയ്യാർ പുഴയും അതേപോലെ അറബിക്കടലും ചേരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കേട്ടോ, നമ്മൾ വരുന്നത് ഈ കായലിൽ നിന്ന് നേരെ
ഇതിലേക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ കണ്ടോ, നമുക്ക് സീസൺ ആയതുകൊണ്ടാണ് കൂടുതൽ നല്ല തിരക്കാണ്. പിന്നെ ഒട്ടകമൊക്കെ ഉണ്ട്, ഒട്ടകം, കുതിരസവാരി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നട്ടുച്ച സമയമാണ്, ഒടുക്കത്തെ വെയിലാണ് കേസ്, കരിഞ്ഞു പോകും കേസ്. ഇത് കണ്ടോ, ഒരു കുതിര പോകുന്നുണ്ടോ ദൂരെ. അപ്പൊ ഗേസ്, അപ്പൊ നമ്മള് ഒട്ടകമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ചേട്ടാ റേറ്റ് എങ്ങനെയാ? ഒരാൾക്ക് 200, 2 പേർക്ക് 300. ഓരോ ടൈം 2 പേര് ഇരിക്കാം. ഓക്കെ. കൊച്ചുകുട്ടികൾ ഓരോ കൊച്ചുകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കയറാം. കേട്ടാ, താങ്ക് യു. ഗേസ്, അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഗോൾഡൻ സാൻഡ് ബീച്ചാണ് പൂവാറിലുള്ള. അപ്പോൾ നല്ല വൈബാണ്. കാരണം ഒരു സൈഡില് നെയ്യാർ റിവറും ഒരു സൈഡിൽ അറബിക്കടലുമാണ്. അപ്പോൾ അത് രണ്ടും കൂടിച്ചേരുന്ന ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് ഈ ബീച്ചുള്ളത്. അപ്പോൾ നൈസ് വൈബാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇതുണ്ടോ ഗേസ്, ഇതേപോലെ കെട്ടിയിട്ടുണ്ട്. കാരണം കടലിൽ നല്ല ഫോഴ്സാണ്. നമുക്ക് ഈ നെയ്യാർ നദിയിൽ കുറേ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകൾ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു റെസ്റ്റോറൻ്റാണിത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പഞ്ചാബി ധാബയെ നമുക്ക് കാണാൻ പറ്റും. അതും ഫ്ലോട്ടിംഗ് തന്നെയാണ്. ഗോൾഡൻ സാൻഡ് ബീച്ചിനോട് ബൈ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഗെയ്സ്, ഇതുണ്ട്, ഇവിടെ കുറേ റിസോർട്ടൊക്കെ ഉണ്ട്. സരോവർ റിസോർട്ട്, അതേപോലെ ഐസോള ഡിക്കോക്ക എന്ന് പറഞ്ഞ റിസോർട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആ കാണുന്നതാണ് എലിഫന്റ് റോക്ക്. എലിഫന്റിനെ പോലെ ഉള്ളതുകൊണ്ടാണ് അതിനെ എലിഫന്റ് റോക്ക് എന്ന് പറയാൻ കാരണം. കഴുകന്മാരൊക്കെ കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് കോട്ടേജസ്. അവിടെ കാണാൻ പറ്റുന്നത് പൂവാറിലുള്ള മദർ മേരി ഷ്രൈനാണ്. അപ്പോൾ പാറകളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ഒരു പള്ളിയാണ് മദർ മേരി ഷ്രൈൻ എന്ന് പറയുന്നത്. ഇത് അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. ഇവിടുത്തെ നാട്ടുകാരാണ് മെയിനായിട്ട് ഇവിടുത്തെ ആരാധനയ്ക്കൊക്കെ വരാറുള്ളത്. പരിശുദ്ധ മാതാവ് മറിയമാണ് ഇവിടുത്തെ ആരാധ്യ ദേവിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഭയങ്കര കൂളായിട്ടുള്ളൊരു പ്ലേസാണത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യാം. ജസ്റ്റ് ഇതിലിങ്ങനെ കവർ ചെയ്ത് പോവാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കുരിശൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കുറേ പക്ഷികളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഇവിടെ ഒരു സ്പോട്ടാണ്. കൂട്ടത്തിൽ കുക്കുകൾ ടൈപ്പ് പക്ഷികളുണ്ട്. ഇതുണ്ടോ, നല്ല രസമാണ് കേട്ടോ കാണാൻ, ഇങ്ങനെ കൂട്ടത്തോടെ വന്നിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് കിങ്ഫിഷറിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ബോട്ടിംഗ് ഹൗസിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഗൈസ്, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടോ, തെങ്ങിൻ്റെ മുകളിൽ വല കെട്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, അത് കറക്റ്റ് ആ ഒരു നെറ്റിൽ വീഴും. ഞാനിത് ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. നല്ല ഐഡിയ ആണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പൂവാർ ഐലൻഡിൽ കാണാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കേരളത്തിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ ബൈ.